ാണ്. അങ്ങനെ അല്ല എങ്കിൽ നവവി ഈലാഹില്, നവവി അദിക്കാറില്, നവവി ശറഹ് മുഹദ്ദബില് ഇവിടൊക്കെ എഴുതി നബിയുടെ ഖബറടിക്ക് പോയിട്ട് നബിയെ വിളിച്ചിട്ട് ഇസ്തിശ്ഫാ ചെയ്യണം എന്ന്, ശുപാർശ തേടണമെന്ന്. എന്താ പറയാ നിങ്ങൾ? എന്താ മറുപടിയാണ്? തേടാന്നോ? നബി തേടിയത് കൊണ്ട് നമുക്ക് തേടാന്നോ? പറഞ്ഞുകൊണ്ട് തേടാന്നോ? അങ്ങനെ ഒരു കാര്യം നമ്മളോട് സ്വീകരിക്കാൻ അല്ല പറഞ്ഞിട്ടില്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. ഇതാ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ പറഞ്ഞോളാം, എന്റെ സഹോദരന്മാരെ, ലോകത്ത് 4 മദ്ഹബിന്റെ ഇമാമുകളും, നല്ലപോലെ കേട്ടോളി, ലോകത്ത് 4 മദ്ഹബിന്റെ ഇമാമുകളും ആ ഇമാമുകളുടെ അനുയായികളും അവരെ പിൻപറ്റിയവരുമായ കോടിക്കണക്കിനു ജനങ്ങൾ തറാവീഹ് 23 റക്അത്ത് നിസ്കരിക്കുന്നവരാണ്. 23. നല്ല പൈസ അല്ലട്ടോ, നല്ലോണം കേട്ടോളി, നിങ്ങൾ കേട്ടോളി. ലോകത്ത് കോടിക്കണക്കിന് ഇമാമികളും അനുയായികളും 4 മദ്ഹബിന്റെ ഇമാമുകളും തറാവീഹ് 23 റക്അത്ത് നിസ്കരിക്കണം എന്ന് പറയുന്നവരും അത് ചെയ്യുന്നവരുമാണ്. അപ്പൊ ജനങ്ങൾ കാര്യം മനസ്സിലായിക്കോളൂ. ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യം, ലോകത്ത് നിങ്ങൾ ഹദീസ് ലൈഫാന്ന് ഖുർആൻ പറഞ്ഞിട്ട് വിശ്വസിച്ചല്ല, ഹദീസ് പറഞ്ഞിട്ട് വിശ്വസിച്ചല്ല, പ്രഗത്ഭരായ മുഹദ്ദിസീങ്ങൾ പറഞ്ഞിട്ട് വിശ്വസിച്ച എങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ആ ഹദീസിൽ ശിർക്കുണ്ടെന്ന് പറഞ്ഞിട്ട് സലഫി പണ്ഡിതർ ഉദ്ധരിക്കും. ആ ഹദീസിൽ ശിർക്കില്ല എന്നും അവർ തന്നെയാ പറഞ്ഞു. എങ്കിൽ ഈ 3 കാര്യം 2 എന്നിട്ട് ഇപ്പോഴത്തെ വാദം എന്താ അറിയോ? ഹദീസ് ലൈഫാണെന്ന് പറയാൻ ഇൽമ ഞമ്മക്കില്ല, പക്ഷെ അതിൽ ശിർക്കുണ്ടോ എന്ന് പറയാൻ ഇൽമ ഓൽക്കില്ല. അത് ഞങ്ങൾക്കുള്ളത്. ഏത്? ഞങ്ങൾക്ക് 3 മാത്രമേ 1200 വർഷത്തിന്റെ ഉള്ളിൽ ഒരു കാര്യത്തിൽ, ഇത് ജമാഅത്തെ ഇസ്ലാമിന്റെ വാദ. മൗദൂദി പറഞ്ഞെന്താ? 13 നൂറ്റാണ്ട് കാലം ലോകത്ത് യഥാർത്ഥത്തിൽ റുബൂബിയത്തിലെയും ഉലൂഹിയത്തിലെയും അസ്മാഉ വസിഫാത്തിലെയും മാത്രമല്ല ഹാക്കിമിയത്തിലെ ശിർക്കിനെ കുറിച്ച് 13 നൂറ്റാണ്ട് ലോക മുസ്ലിം പണ്ഡിതന്മാർക്ക് തിരിഞ്ഞില്ല എന്നാണ് ആര് പറഞ്ഞത്? ഇപ്പതാ ആ മൗദൂദിയെ പിൻപറ്റിക്കൊണ്ട് 3 ആളുകൾ ഞങ്ങൾക്ക് ശിർക്ക് തിരിയും, ലൈഫ് സയ്യോ അതുപോലെക്കൊക്കെ തിരിയുള്ളൂ. ഇത് ഇപ്പൊ പറയുന്ന അങ്ങനെയാ. ഇപ്പൊ പറയുന്നത് എന്താണ്? അബ്ദുറഹ്മാൻ സലഫിക്ക് ശിർക്കാവല്ലേ എന്ന് തിരിച്ചറിയും, ഹനീഫ് കായ്ക്കൊടുക്കിയെ തിരിച്ചറിയും, ഇബ്നു ഹജർ അസ്ഖലാനി അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് മൂപ്പരക്കുണ്ടോ? അപ്പൊ ഇമാം മുത്തബി സുന്ന മഹാനായ ഇമാമുസുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബലിനു അയ്യേ മൂപ്പർക്ക് ശിർക്കൊന്നും തിരിയില്ല, അതുകൊണ്ടല്ലേ മൂപ്പര് ജിന്നിനെ വിളിച്ച് ദ്വേർന്നോട്ടെ. അയ്യടാ എന്താ മൊഞ്ചി, അമ്മഹാന്റെ കാട്ട് തട്ടിയ പ്രദേശത്ത് നിൽക്കാൻ യോഗ്യത ഉണ്ട് നിങ്ങൾക്ക്? ഉണ്ടോ? ഒരു ഉച്ചന്റെ മുമ്പ് ഒന്നെടുത്തിട്ട് രാത്രി മഗ്‌രിബ് വരെ ഒന്നെടുത്ത് തീർന്നിട്ടില്ല ആ മനുഷ്യന്റെ മയ്യത്ത് നിസ്കരിക്കാൻ. 8 ലക്ഷം ആളാ മയ്യത്ത്. KJന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഉണ്ടല്ലോ ഉമരി സാഹിബ്, അദ്ദേഹം സെൽസബിയിൽ എഴുതിയൊരു ലേഖനുണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ കുറിച്ച്. ഇവിടെ നിന്ന് കിട്ടി വായിച്ചാലി, കോപ്പി ചേർത്ത് ഞാൻ തരുന്നുണ്ട്, ഒന്ന് വായിച്ച് പഠിക്കുക. നിങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ഇമാം നബിയോ ഏത് നബി? എന്നോടൊരു പണ്ഡിതൻ ചോദിച്ചാ മുജാഹിദ് സെന്ററിന് എന്തോ ഒലക്കമ്മല അഹമ്മദ് ബിൻ ഹംബൽ നിഷേധിക്കട്ടെ, മുബാഹലക്ക് വിളിക്കും ഞാൻ. എന്തോ ഒലക്കമ്മല ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അതൊരു ജമിയത്തുൽ ഉലമന്റെ പണ്ഡിതനാണ്. മനസ്സിലായിക്കോളെ. അപ്പൊ എവിടേക്ക് എത്തിച്ചു ഈ കൗമിനെ നിങ്ങൾ നന്നായിട്ട് ബോധ്യപ്പെട്ടോളി. എന്നോട്